ഇത് പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നൊന്നര രുചി, റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. ഉത്രാടം കഴിഞ്ഞു, തിരുവോണം കഴിഞ്ഞു, അവിട്ടം കഴിഞ്ഞു, ഇന്ന് ചതയം ദിനമാണ്. എന്നത്തെ പോലെയും ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഒരു ഗസ്റ്റ് അല്ല, 2 സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആലപ്പുഴയിലുള്ള 2 ചേച്ചിമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചിമാരെ വരൂ വരൂ. ഹാപ്പി ഓണം. ഞാൻ പറഞ്ഞു ഇത് ആരാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ആക്ഷൻ ഹീറോ ബിജു കണ്ട ആർക്കും ഈ ചേച്ചിമാരെ മറക്കാൻ പറ്റില്ല. ഇപ്പം വലിയ ആ ഒരു സിനിമ വന്നിട്ട് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച് ഭയങ്കര രസമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിമാരെ കൊണ്ട് ഇന്നൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കണം. അപ്പോൾ ആലപ്പുഴയിലെ സ്പെഷ്യലായിട്ടുള്ള എന്ത് ഡിഷാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നത്? സാമ്പാറാണ്. അപ്പൊ സാമ്പാറെന്നെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് സദ്യ എന്നല്ല, ഓണം എന്നല്ല, വിഷു എന്നല്ല, എന്തുണ്ടെങ്കിലും മലയാളികൾ എന്നല്ല, ഇന്ത്യക്കാരല്ല, വെളിനാട്ടിലുള്ളവർ പോലും ഇപ്പൊ സാമ്പാറിന്റെ ആരാധകരാണ്. കാരണം സാമ്പാറിനകത്ത് പരിപ്പും പച്ചക്കറികളൊക്കെ, പുളിയും കായവും ഉലുവയൊക്കെ ചേർന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ആ ഡിഷ് ആലപ്പുഴക്കാരുടെ സ്റ്റൈലിൽ. അപ്പോൾ കേരളത്തിൽ പലയിടത്തും, പാലക്കാട് സാമ്പാറല്ല തിരുവനന്തപുരത്തുള്ളത്. അതുപോലെ സാമ്പാർ ഓരോ സ്ഥലത്തും മാറി മാറി വരും. ഇപ്പോൾ ഉടുപ്പിയിലെ സാമ്പാർ വളരെ പ്രശസ്തമാണ്. അത് തിരുവനന്തപുരത്ത് പോയ വേറെ രീതിയാണ്, പാലക്കാട് പോയ വേറെ രീതിയാണ്. അപ്പോൾ ആലപ്പുഴയിലെ സാമ്പാർ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ചേച്ചിമാരോട്, ബേബി ചേച്ചിയും മേരി ചേച്ചിയാണ്. ചേച്ചി, അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകൾ നിങ്ങൾ പറയൂ. എല്ലാവർക്കും ഓണാശംസ. അപ്പോൾ ചേച്ചിമാരെ പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നിങ്ങൾ സിനിമയിലൊക്കെ വന്ന് വളരെ തിരക്കായിട്ട്, ആ ചേച്ചി എനിക്ക് 40 സിനിമയിൽ കൂടുതലും കണ്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി? 2 നോക്കണേ, ഒരു സിനിമയിൽ വന്നിട്ട് അത് മറക്കാൻ പറ്റാത്ത ഒരൊറ്റ ഡയലോഗുമല്ല. ആ ഡയലോഗിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ 40 സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ, ചെറിയ കാലഘട്ടത്തിൽ 40 സിനിമ ആരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കലാകാരികളാണ്. അപ്പൊ ഇന്ന് സാമ്പാർ ഏത് തരം, എങ്ങനെ തേങ്ങ ചേർത്താണോ? തേങ്ങയില്ല, പൊടികളൊക്കെ വറുത്ത് എന്തൊക്കെ കഷ്ണങ്ങളൊക്കെയാണ്? അങ്ങനെ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം അരിഞ്ഞ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഉറപ്പല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കുക്കർ, ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രസ്റ്റീജിന്റെ ഒരു പ്രഷർ കുക്കർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ എളുപ്പവും കൂടാണ്. അപ്പൊ അത് തുടങ്ങിക്കോളും. കുക്ക് ചെയ്യുന്ന മേരി ചേച്ചിയാണോ ബേബി ചേച്ചിയാണോ? ആണോ? അത് ബാക്കി അത് അദ്ദേഹം എടുത്തു തരാം. ശരി. തൂരപ്പരിപ്പാണ് പ്രഷർ ചെയ്ത്, തോരൻ പരിപ്പ് എന്നൊക്കെ പറയും. നമ്മുടെ ഇംഗ്ലീഷിൽ തൂർദാൽ എന്ന് പറയും. അപ്പൊ ആ തൂർദാല് ജസ്റ്റ് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് കഷ്ണങ്ങൾ ഇട്ടാണ് ഇവർ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളും എളുപ്പത്തിനൊക്കെ ആണെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ച് വെക്കാം, അതിനുശേഷം കഷ്ണങ്ങൾ ഇടാം. അപ്പൊ ചേനയാണ് ഇട്ടിരിക്കുന്നത് ആദ്യം. സാമ്പാർ കഷ്ണം അതെല്ലാം പെടും. കിഴങ്ങില്ലാത്ത സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര കിഴങ്ങാണ് സാമ്പാറിന് ഏറ്റവും കൂടുതൽ സ്വാദ് കൂട്ടുന്നത്. ചേന, ക്യാരറ്റ്, കിഴങ്ങ്. അങ്ങനെ മുരിങ്ങയ്ക്ക് ഇട്ടതിന് ശേഷം മത്തങ്ങ ഇട്ടു. കുമ്പളങ്ങ എന്ന് പറയും, തടിയങ്ക എന്ന് പറയും. ചിലര് അത് വടക്കോട്ടൊക്കെ ഇളവനെന്ന് പറയും. വഴുതനങ്ങ 2 നിങ്ങൾ കഷ്ണങ്ങൾ 2 പച്ചയുണ്ട്, വയലറ്റും ഉണ്ട്. ഇതൊരു ഇന്റഗ്രേറ്റഡ് പ്രസ്റ്റീജിന്റെ പുതിയ ഇങ്ങനെ ഒരു ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്താണ്. ഇത് അടയ്ക്കാനും എളുപ്പാനും ഏറ്റവും എളുപ്പമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് തിളച്ചൊന്നും മറിഞ്ഞു പോകില്ല. എല്ലാം ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ടാണ്. നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കുക്കർ എന്നൊക്കെ പറഞ്ഞ മംഗലത്തിൽ വെച്ചോണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പൊ കുക്കറിന്റെ കാര്യം പറഞ്ഞത്. പക്ഷേ കുക്കർ നല്ല അടിപൊളി അല്ലേ? അപ്പൊ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് വഴറ്റും, തക്കാളിയും വെണ്ടയ്ക്കയും വഴറ്റും.
ചെറുപ്പത്തിലെ ഓണത്തെ കുറിച്ചൊക്കെ വല്ല ഓർമ്മയുണ്ടോ? പിന്നെ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഓണം പോലെ അല്ലല്ലോ പണ്ട്. പിന്നെ ഭയങ്കര കൈകൊട്ടിക്കളിയും വടംവലിയും പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മ 2 വർഷമായിട്ട് കൂട്ടി അടച്ചുപൂട്ടി ഓണവും ഇല്ലാതെ ഇരിക്കായിരുന്നല്ലോ. ഇപ്പോഴൊക്കെ വലിയ അയൽവക്കത്തൊക്കെ മാവുണ്ടാവുമല്ലോ, മാവേല് ഊഞ്ഞാല് കെട്ടി വലിയ ഊഞ്ഞാല് കെട്ടും. എന്നിട്ട് എല്ലാവരും പിള്ളേരും അമ്മമാരും എല്ലാരും കൂടി പോയി നിന്ന് ഊഞ്ഞാലാടുക, വട്ടത്തിൽ പൂ നടുക്കിട്ടിട്ട് വട്ടത്തിൽ നിന്ന് കളിക്കുക. അതൊക്കെയാണ് സന്തോഷം. ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഊഞ്ഞാലാടാനും പോകും, വടംവലിക്കൊക്കെ പോകും. വടംവലിക്കാണെങ്കിൽ ചേച്ചി ക്യാപ്റ്റൻ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളി ക്യാപ്റ്റനായിട്ട് ഫ്രണ്ടിക്ക് തന്നെ കാണും. അല്ലെങ്കിൽ അത് ശരിയാണ്. കളിയാക്കിയെന്ന് പറഞ്ഞെങ്കിലും അത് കറക്റ്റാണ്. കളിയാക്കിയൊന്നുമല്ല പറഞ്ഞത്. അത് അങ്ങനെ വേണം. നമ്മളിപ്പോ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ കലന്തല്ലിനൊക്കെ പോകാറുണ്ടോ? ഉറിയടിയാണ് മേളില് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉറിയടി എന്നാണ് പറയുന്നത്. ആ സംഭവം തന്നെയല്ലേ? അത് തന്നെ. ഇപ്പൊ ആദ്യത്തെ സിനിമയിൽ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് വന്നു. അതിനുശേഷം ഒരുമിച്ച് ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഒരുമിച്ച് എത്ര സിനിമയിൽ അഭിനയിച്ചു? ഒരുമിച്ച് തന്നെ. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടും അഭിനയിക്കുന്നുണ്ട്. ഒരു നിമിഷം അതിന്റെ ഇടയ്ക്ക് നമ്മൾ വർത്താനം പറയുന്നത് മറക്കണ്ട. അവര് വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വയറ്റി ചൂടായിട്ട് അതിനുശേഷം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് എത്ര വിസിൽ സാധാരണ അടുപ്പിക്കേണ്ട രീതിയിലുണ്ട്? ഇപ്പൊ നമുക്ക് ഒന്നടിച്ചാൽ ബാക്കി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മസാല ഇടാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, വിഷമം വരരുത്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു, ആ സിനിമയില് നിങ്ങൾ അഭിനയിച്ചത്, എനിക്കത് പറയുന്നത്, ഞാൻ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ആ ശൂഷു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതോ അങ്ങനെ? അപ്പൊ ആ ശൂഷു വിളി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ പോയി നോക്കിയാലും മതി. കാരണം ആ ഒരു സീനാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടത്. അതെ, ആ ഒന്ന് ഈ തക്കാളി വാടുന്ന സമയത്ത് ആ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒന്ന് ചോദിക്കാൻ പാടില്ലേ, കാണാൻ കൊള്ളായിരുന്നെങ്കിൽ? അപ്പൊ കാണാൻ കൊള്ളായിരുന്നെങ്കിൽ ഇത് തന്നെയാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ പോയി കാണുക. അല്ലെ കണ്ടവർക്ക് വീണ്ടും വീണ്ടും ഇത് കണ്ടാലും നമുക്ക് ഒരിക്കലും അത് എത്ര ഒരു ചിരിക്കാൻ ഒരു സ്വാഭാവികമായിട്ട് ചിരിക്കുന്ന ഒരു ശുദ്ധ ഹാസ്യം എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് ആ ഒരു സിനിമയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്ന. ആ ഓമനച്ചോലയിൽ മീൻ പിടിച്ചു, നീട്ടി നീട്ടി മുളകരച്ചവൾ 50 ചട്ട് കറിയാക്കി, കൊല്ലത്തെ പെണ്ണുങ്ങൾ എന്തുപോലെ നല്ല കൊല്ലം മുളകിന്റെ ചുണ്ടുപോലെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓണത്തിൽ കരടി കളിക്കുന്ന ഒരു സംഭവം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പുലികളി കരടികളി എന്നൊക്കെ ഉണ്ടെങ്കിലും കൊല്ലത്ത് കരടികളിയാണ്. ഈ കരടികളിയുടെ ഒരു പാട്ടായിരുന്നു ഇത്. അപ്പോഴാണ് ഈ പറയുന്നത് കൊല്ലം മുളകിന്റെ ചുണ്ടുപോലെ എന്ന് പറയുന്നത്. എന്ത് പൊടിയാണ് ഇടുന്നത്? ആദ്യം മല്ലിപ്പൊടി. ഇത്രയും ഇതിപ്പോ നമ്മൾ ഒരുവിധം മരിച്ചെടുത്ത് ഇനി മല്ലിപ്പൊടിയാണ്. ഓക്കെ. ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 ഗ്രാമാണ് ഈൽഡായിട്ട് വരിക. ഇത് കാര്യം കൂടി. അപ്പൊ ഒരു 40 ഗ്രാമിന് മേലെ, ഇനിയിപ്പോ ഗ്രാം വെച്ച് കൂട്ടുന്നവരാണെങ്കിൽ 40 ഗ്രാം മല്ലിപ്പൊടിയോളം ഏകദേശം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30 ഗ്രാമിനടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ അതെ, 2-3 സ്പൂൺ. അതെ.
അപ്പൊ ഈ സാമ്പാർ പൊടിയൊക്കെ ഇപ്പം റെഡിമെയ്ഡ്. പണ്ടൊക്കെ സാമ്പാർ പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ പരിപ്പ്, അരി, ഇതേപോലെ മുളക്, മല്ലി എല്ലാം കൂടെ വെവ്വേറെ വറുത്ത് പൊടിച്ച് മാറ്റി വെക്കും. അതിനൊരു പ്രത്യേക മണമാണ്. അതൊരു സ്പൂൺ എടുക്കുമ്പോ തന്നെ രാവിലെ ഏതെങ്കിലും വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കിയ അയലത്തുകാർക്ക് മൊത്തം അറിയാം അവിടെ നിന്ന് ഇഡ്ഡലിയോ ദോശയോ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ അന്നൊക്കെ നമുക്കെല്ലാം ആ രുചി പൊടികളൊന്നും അല്ലല്ലോ. അങ്ങനെ വിസിൽ റെഡിയായി ഓഫ് ചെയ്ത് ഒരു വിസിലില് കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും. പരിപ്പ് ഓൾറെഡി വെന്തയാണ്. അപ്പോഴത്തേക്ക് ഇത് തുറന്നിട്ട് നമുക്ക് മസാലയും ഇതൊക്കെ ഇട്ട് ഓഫ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തു. സൂപ്പറാണ്. പുളിവെള്ളം ഒഴിക്കണം. അതിപ്പോ ഇതിനകത്ത് ഒഴിക്കണം. ഞാൻ വെച്ച കഷ്ണങ്ങളാണ്. അടിപൊളി കേട്ടോ. ഇതൊരു പുതിയ ടിപ്സ് ആണ്. അപ്പൊ മസാല മൂത്ത് അപ്പൊ അതിന്റെ ആ മോയ്സ്ചർ കരിയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ്. ടാമറിന്റെ വെള്ളം, പുളിവെള്ളം ഒഴിച്ചിട്ടാണ്. തീ കുറച്ച് ചെറുതായിട്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് ഈ പുളിവെള്ളം മസാലക്കകത്ത് ഒഴിക്കുന്നത്? അത് നനയുമല്ലോ. അപ്പൊ ഇനി അത് നല്ല കുറുക്ക് പോലെ അതിലോട്ട് ഒഴിക്കാം. ചേച്ചി, ഈ ആദ്യത്തെ സിനിമയില് എങ്ങനെയാണ് വന്നത്? എന്റെ അനിയത്തി ഇതില് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ സപ്ലൈ ചെയ്യുമായിരുന്നു. ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പോകുമായിരുന്നു ഇതിനൊക്കെ. അപ്പൊ ഈ ഓഡീഷനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളോട് പറയും. ഞാൻ ഓഡീഷനൊക്കെ പോകും. ഇഷ്ടം കൊണ്ട് ഓടണതാണ്. കിട്ടാറില്ല. ഓഡിഷൻ കഴിഞ്ഞിട്ട് കിട്ടിയതാണോ ഇത്? എത്ര പേര് വന്നു? അവിടെ 10,000 പേരുണ്ടായിരുന്നു. 3000 പേര്. ഞാൻ ആദ്യമായിട്ട് പോയതാണ്. ആദ്യത്തെ ഓഡിഷൻ ഹിറ്റായി. എനിക്ക് അങ്ങനെ ഇതിനു മുമ്പ് ഓഡിഷന് പോയിട്ടുണ്ട്. കാരണം അപ്പൊ ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു പ്രായത്തില് കുറെ ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ 40 സിനിമയിലൊക്കെ അഭിനയിച്ചു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ സിനിമ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുതെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ചേച്ചിമാർ. ഇപ്പം തുറക്കാം, ഞാൻ തുറന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പം. നമ്മുടെ വിസിലടിപ്പിച്ചു, മെല്ലയായി പെട്ടെന്ന് തുറക്കുകയും ചെയ്യാം. നമ്മയിട്ട് തിരിച്ചു കറക്കണ്ടേ. അടിപൊളിയായി. ഇനി മല്ലിയിലയാണ് കയ്യിലിട്ട് നക്കല്ലേ. ഇത് പ്രേക്ഷകരൊക്കെ കാണുന്നതാണ്. നമ്മുടെ വീടല്ല. നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ ചെയ്യാനാണ് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന കയ്യിലൊക്കെ ഒന്ന് നക്കിയൊക്കെ ചേച്ചി ഒന്നും പറയാനില്ല. എരിവ്, പുളി, സാമ്പാറിൻ്റെ മസാലകളെല്ലാം, അതേപോലെ കഷ്ണത്തിൻ്റെ സ്വാദ്, ഉഗ്രൻ. ഇതൊരു അടിപൊളി സാമ്പാറാണ്. ആലപ്പുഴ സാമ്പാർ ചേച്ചിമാരുണ്ടാക്കിയത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. തോരൻ പരിപ്പ് വേവിച്ച് വെച്ചു. ആ പരിപ്പിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ചേന, പടവലങ്ങ, വെണ്ടയ്ക്ക, വഴുതനങ്ങ. വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആണ്. വഴുതനങ്ങയൊക്കെ ഇട്ട് ഒരു വിസിലടിപ്പിച്ചു. അതിനുശേഷം വെളിച്ചെണ്ണയ്ക്കകത്ത് തക്കാളിയും വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നീട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, വത്തൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, സാമ്പാർ പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് സോട്ട് ചെയ്തിട്ട് സാമ്പാർ മസാല ഇട്ടു, മല്ലിയില ഇട്ടു, സാമ്പാർ റെഡി. ഉപ്പ് മാത്രം, ഉപ്പും മറന്നുപോയി. അപ്പം സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വളരെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ നമ്മുടെ ചേച്ചിമാർക്കും ഭയങ്കര ഒരു താങ്ക് യു പറയാണ്. നമ്മുടെ ചതയ ദിനത്തിൽ വന്ന് നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി സാമ്പാറും ആക്ഷൻ ഹീറോ ബിജുവിലെ വിശേഷങ്ങളും സിനിമാ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. ഒരു വാക്ക് പറയാനുണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ആളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്കും സന്തോഷം. നിങ്ങളോട് പങ്കെടുക്കാൻ പറ്റിയത് എനിക്കും വലിയ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ ഓണസമ്മാനം തരുന്നുണ്ട്. ഒന്നല്ല, 2 സമ്മാനം. ഒരെണ്ണമല്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട കാരണം ഈ പ്രസ്റ്റീജിന്റെ ഈ ഒരു ഫ്ലിപ്പ് ഫോൺ കുക്കർ തന്നെയാണ്. നന്നായി. ഇത് കണ്ടപ്പോഴേ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ചതയ ദിനത്തിൽ നമ്മളോടൊപ്പം എത്തിയ ബേബി ചേച്ചിക്ക് പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഫോൺ കുക്കർ സമ്മാനമായിട്ട് നൽകുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ മേരി ചേച്ചിക്കും ഓണ സമ്മാനമായിട്ട് പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഫോൺ കുക്കർ സമ്മാനമായിട്ട് നൽകാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഹാപ്പി ഓണം. അപ്പം
ഫാമിലിക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നൊന്ന് രുചി. റിഫ്രഷ്മെന്റ് പാർട്ട്ണർ ഈസ്റ്റ് ടീ, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പീറ്റാപ്പള്ളിൽ ഏജൻസീസ്. ഇത് അങ്ങനെ സാമ്പാറൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ പായസമാണ് മാക്രോണി പായസം. അപ്പൊ പാലിനകത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എല്ലാവരും അടപ്രഥമനും പാലടയും പരിപ്പും ഗോതമ്പ് പായസമൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാസ്ത വെച്ചിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ പാസ്ത ചെറുതായിട്ടൊരു 5 മിനിറ്റ് വേവിക്കുക, ലേശം എണ്ണ ഒഴിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതേ രീതിയിൽ കിട്ടും. അത് നമ്മൾ പാല് തിളപ്പിച്ച് സാധാരണ പാൽ പായസം ഉണ്ടാക്കുന്ന പോലെ, സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ പാല് നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ പാല് വേവുന്നു, പാല് തിളച്ച് കഴിയുമ്പം ഈ വേവിച്ച പാസ്ത ഇടുന്നു. അതിനകത്ത് കുറച്ച് കണ്ടൻസ് മിൽക്കും ആവശ്യത്തിന് ഷുഗർ ഇടുന്നു. പിന്നീട് ഇതിനകത്തൊരു ടെക്നിക്കായിട്ട് നമ്മളൊരു ടിപ്സ് കാണിക്കും. ഒരു ഷുഗർ, പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നിറം മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ പായസം റെഡിയാണ്. എളുപ്പത്തിന് എത്ര വേഗം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. പാല് ചൂടായപ്പോൾ തന്നെ നമുക്ക് ഈ പാസ്ത അതിനകത്തേക്ക് ഇടാം. ഒരു 100 ഗ്രാം പാസ്ത ഉണ്ടെങ്കിൽ 1 ലിറ്റർ പാൽ, അത്രയും മാത്രം മതി. ഇപ്പോൾ 1 ലിറ്റർ പാൽ വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം പാസ്ത, അത് കാരണം അത് ബോയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് വരും. പായസത്തിൻ്റെ എപ്പോഴും ഒരു ടിപ്സ് എന്ന് പറയുന്നത്, പായസം ഇങ്ങനെ ചൂടാവുന്നവരും പാലിനകത്ത് പാട കെട്ടി. അപ്പോൾ ആ പാട ഇല്ലാതിരിക്കുന്ന പായസമാണ് കറക്റ്റായിട്ട് ആ ഒരു പിന്നീട് ഇരുന്ന് കുറുകി പോകുന്നതിൻ്റെ രുചി വ്യത്യാസം വരുന്നത്. അപ്പോൾ പാട തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പാലിൻ്റെ സൈഡിനകത്ത് മാത്രം പാല് വേവിച്ച് അതിൻ്റെ എവാപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ റിഡ്യൂസ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതിനോടൊപ്പം ലേശം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് മധുരം ആഡ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഷുഗർ കൊടുക്കാൻ. ഇപ്പോൾ 2 സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അവരവരുടെ മധുരത്തിന് അളവനുസരിച്ച് ഷുഗർ ചേർക്കാം. ഞാൻ ഇതിനകത്ത് 2 സ്പൂൺ ഷുഗർ ഇടുകയാണ്. അത് കൂടാണ്ട് നമ്മൾ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തും ചേർക്കും. അപ്പോൾ പായസത്തിന് നല്ലൊരു പ്രത്യേക നിറം കിട്ടും. ലേശം ബട്ടറിനകത്ത് ഷുഗർ കൂടി ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിടുമ്പോൾ ആ ഷുഗറിൻ്റെ കാരമലൈസ് ആയിട്ട് ആ ഒരു കളർ വെള്ള പാലിനകത്ത് ഒരു പിങ്ക് നിറമായിട്ട് മാറി കിട്ടും. അപ്പോൾ കഴിക്കാനും അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം നെയ്ക്കകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. ഇടയ്ക്കിടയ്ക്ക് പാൽ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ പാസ്ത നമ്മൾ പകുതി ഹാഫ് കുക്ക് ചെയ്ത പാസ്ത പാലിനകത്തിരുന്ന് കുക്കായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് നെയ്യിൽ എപ്പോഴും പായസത്തിന് നമ്മൾ താളിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇടാൻ നോക്കണം. അണ്ടിപ്പരിപ്പ് നല്ല ചുമന്ന നിറമായതിനു ശേഷം വേണം മുന്തിരിങ്ങ ഇടാൻ. ഇളം ചുമന്ന നിറമായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഉണക്ക മുന്തിരിങ്ങ ഇടാം. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയും നല്ല പിങ്ക് നിറത്തിലായി. അത് നേരെ പായസത്തിലേക്ക് ഇട്ടു. അതേ പാനിൽ ലേശം നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇടാം.
വെൽക്കം ബാക്ക് ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നൊന്നൊരു രുചി. റിഫ്രഷ്മെന്റ് പാർട്ട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പീറ്റാപ്പള്ളിൽ ഏജൻസീസ്. എല്ലാവർക്കും ഒരു ഗംഭീര ഓണം വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. ഒന്നൊന്നൊരു രുചിയിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.